ഇത് കണ്ടിട്ട് സെൻസറോട് സെൻസറില്ല പറഞ്ഞു. എന്നിട്ട് നമ്മളെ സിനിമ കണ്ടപ്പോഴാണ് അവർക്ക് തോന്നിയത് ഏകദേശം കാര്യങ്ങളൊക്കെ. അല്ല, ഞാനാണ് മൂപ്പർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, ഇദ്ദേഹം 15 വർഷമായി സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം കുതിരവട്ടം പപ്പു സാറിന്റെ അസിസ്റ്റന്റായിട്ടാണ് ഇയാളെ സിനിമയിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ രക്ഷപ്പെടുമ്പോൾ എല്ലാവരും രക്ഷപ്പെടുന്നത് വെച്ചു. അപ്പൊ അങ്ങനെയാണ് മൂപ്പറ ഈ പടത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഈ പടം എത്തിക്കാം. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പൊ അടുത്തതിന്റെ ചോദ്യം, അതായത് 16 വർഷത്തെ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ജേർണിക്ക് ഒരാൾ എന്നിട്ട് പറയുകയാണ് ഈ താങ്കളാണ് ഈ സിനിമയിലെ ലീഡ് ക്യാരക്ടർ, നായകൻ ചെയ്യേണ്ട താങ്കളാണ് എന്ന് പറയുമ്പോഴേക്കും ആ ഇത്രയും വർഷത്തെ ജേർണിയിൽ ഒരാളെങ്കിലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഒരു അവസരം വരുന്നത്, അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ? അങ്ങനെയില്ല. കാരണം വെച്ചാൽ നമ്മളെ 16 വർഷത്തിനുള്ളിൽ എനിക്ക് വേഷം തന്ന 10-40 സംവിധായകന്മാരുണ്ട്. അപ്പൊ അവർ ചെറുതാണെങ്കിൽ അവർ സിനിമയിൽ ഉൾപ്പെടുത്തുക എന്നൊരു വലിയ കാര്യമാണ്. കാരണം സിനിമ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ വേഷം ഒരു സീനിൽ വന്നു പോകുക എന്നുള്ള വലിയ കാര്യമാണ്. കാരണം നമുക്കൊരു എൻട്രി കിട്ടുക. അപ്പോൾ ആ എൻട്രി ഇങ്ങനെ 16 വർഷമായി ഞാൻ സിനിമ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നിസാം റാവുത്തർ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇത് ആര് ചെയ്താലും ഈ സിനിമ നിൽക്കും, ഞാനല്ല, ഇനി ആര് ചെയ്താലും ഈ സിനിമ നിലനിൽക്കും. അതാണ് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചൊരു കാര്യം. ഇപ്പൊ നോർമലി ഇപ്പൊ താങ്കൾ പറഞ്ഞ തന്നെ സിനിമ റിലീസ് ആകുമ്പോഴാണ്, പക്ഷേ തിയേറ്ററുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊരു വിനയായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? എനിക്കതിൽ വിശ്വാസമുണ്ട്. കാരണം എന്നോട് എല്ലാ സംഘടനാ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതൃത്വത്തിലെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ധൈര്യവും മുന്നോട്ട് പോയിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ആൾക്കാർ പേര് ഞാൻ പറയുന്നില്ല, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓരോ ചിത്രം മലയാളത്തിൽ എടുക്കുന്ന, തമിഴിലായാലും ശരി മലയാളത്തിലാണെങ്കിലും ശരി, എടുക്കുന്ന ഓരോ കഥാപാത്രത്തിലായാലും അതിന്റെ ഒരു യൂണിക്നെസ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ ആശാ വർക്കർ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ കഥ കേട്ടപ്പോൾ ഞാനിത് കമ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു മെയിൻ റീസൺ ഉണ്ട്. സുബീഷ് ഏട്ടൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഇതിന്റെ കഥ തന്നെയാണ് ഇതിന്റെ ഹീറോ. ഞാൻ പറഞ്ഞ ആ ഒരു 2 വാക്കിൽ തന്നെ നമ്മള് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഈ പടത്തില് ഒരു ഭാഗമാവണം. പിന്നെ ദിവ്യ ആശാ വർക്കറിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തിലുള്ള ഒരു ആക്ടറിന്റെ നിലയിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഇതാർക്ക് എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറിന് കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ബിക്കോസ് ഒരു വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താണ് എക്സ്ട്രീം ആയിട്ട് ഫെമിനിസ്റ്റിക് അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മിടുക്കി കുട്ടിയുടെ ഒരു കഥയാണ്. അപ്പൊ എനിക്കതിന്റെ റിയലിസ്റ്റിക് നിസാമൊക്കെയാണ് എഴുതിയത്, നിസാം റാവുത്തർ. അതിന്റെ റിയലിസ്റ്റിക് സെൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. സൊസൈറ്റി നടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണോ? അത് ജസ്റ്റ് കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, അങ്ങനെ റിലേറ്റ് ചെയ്ത സംഭവമാണോ? ഇത് വളരെ എന്റർടൈനിങ് ആയിട്ട് ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിന്റെ ടീസറിലൊക്കെ കാണുന്ന പോലെ തന്നെ NSV അല്ലെങ്കിൽ നമ്മള് യൂഷ്വലി ഒരു ടാബു ടോപ്പിക് ആയിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളെയും ഞങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതിനും ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ആശാ വർക്കേഴ്സ് പടം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇത് ഇങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണം അങ്ങനെ എന്തെങ്കിലും വന്നായിരുന്നോ? അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ അവരെന്താണ് ശരിക്കും പറഞ്ഞത്? പടം കണ്ടിട്ട് ആശമാര് അങ്ങനെ പറയുന്നതായിരുന്നു എന്റെ പേടി. പക്ഷെ എന്റെ സന്തോഷത്തിലും എന്റെ ആശ്വാസത്തിലും അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതം അവരുടെ ജീവിതം കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. അതുവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മള് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു അഭിനയമല്ലാതെ എത്രയും നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിങ്ങിന്റെ സമയത്തും. സുബീഷ് ഏട്ടനും കാണുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗരി എന്ന് പറയുമ്പോൾ പോലും ഒരു ആശ സിനിമ കണ്ടിട്ട് അത് പറയുന്നത് ഒരു ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു സ്ക്രീനിങ് ലാൽ മീഡിയയിൽ നടന്ന സ്ക്രീനിങ് കഴിഞ്ഞ്
ഉടനെ തന്നെ ആ കുട്ടിയെ ഒന്ന് വിളിക്കുമോ, എനിക്ക് ഞങ്ങൾക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണം. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും വർഷം കഴിഞ്ഞൊരു മെയിൻ സ്ട്രീം മീഡിയയിൽ ആരും അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാവരും. അപ്പൊ അവർ പടം കണ്ടപ്പോഴേ, അപ്പൊ ഞാനാണ് നിസ്സാരില്ല. അപ്പൊ ഒരു 14 ജില്ലകളിലെ 2 അവരുടെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും വന്നിരുന്നു പടം കാണാൻ. അപ്പൊ അവരൊറ്റ വാക്ക് പറഞ്ഞു, അവർ 26,000 മെമ്പർമാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞിരിക്കുകയാണ് അവർ പടം വിജയിപ്പിക്കും. മനസ്സിലായോ? ചിലപ്പോ അവർ തിയേറ്ററിലേക്ക് മാർച്ചാണ്. ഒരു ഇലക്ഷൻ കാലം ആരംഭിക്കാൻ പോവാണല്ലോ. അപ്പോൾ സമകാലീന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ സിനിമക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ ഇതൊരു കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയല്ല ഇത്. ഈ സിനിമ നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതിപ്പോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന, ഒരു നാട്ടിൽ ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ മാത്രമല്ല സൗഹൃദങ്ങളിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഡയറക്ടറോടാണ് ഇതിന്റെ ടീച്ചറിലൊക്കെ കുടുംബാസൂത്രണം, അതിനൊരു മെസ്സേജ്, അതിന്റെ ഒരു ബോധവൽക്കരണം, ഒരു തമാശ രൂപേണ എതിരല്ല, അതിനെ പ്രോത്സാഹിക്കുന്ന രീതിയിൽ അതിനെ ബോധവൽക്കരണം ചെയ്തുകൊണ്ട് ഇന്നത്തെ തലമുറയിലേക്ക് തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതെ, തമാശ രൂപത്തിൽ പറഞ്ഞാൽ പ്രേക്ഷകരെ കാണുന്നു, കണ്ടാലല്ല ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇതിന്റെ ടൈറ്റിലിന് തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം അതിനു വേണ്ടി ബോധവൽക്കരണം ഈ ഒരു ടൈറ്റിലിൽ തന്നെ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തായിരുന്നു. ഇങ്ങനെ തന്നെ ഈ സിനിമയുടെ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള ചെയ്തിരിക്കുന്നു ടൈറ്റിൽ. അതിനെതിരെ എന്തെങ്കിലും വിമർശന കാര്യങ്ങൾ വന്നിട്ടില്ല. വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ആദ്യം ഇത് കണ്ടിട്ട് സെൻസറില്ല പറഞ്ഞു. എന്നിട്ട് നമ്മളെ സിനിമ കണ്ടപ്പോഴാണ് അവർക്ക് തോന്നിയത് ഏകദേശം കാര്യങ്ങളൊക്കെ. ശരിക്കും ചേട്ടാ, നമ്മുടെ സെൻസർ ബോർഡിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ശരിക്കും ഓരോ സിനിമകളും അതൊരു ഡയറക്ടറെ റൈറ്ററായ സ്വാതന്ത്ര്യമായിരിക്കും, അയാളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അയാളെ സിനിമ ചെയ്യുന്നത്. ഒരു സിനിമയുടെ ഒരു സീനിനകത്ത് ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവാം, അത് ആ കഥയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് സെൻസർ ലിങ്ക് വരുമ്പോൾ ആ സാധനം വേണ്ട, കട്ട് ചെയ്ത് കളയാൻ ചിലപ്പോൾ ആ കഥയുടെ ഒരു മെയിൻ പാർട്ട് തന്നെ ആയിരിക്കും ആ എസൻസ് അങ്ങ് പോകുന്നത്. ശരിക്കും പറയാൻ ഓവറായിട്ട് സെൻസർ ബോർഡ് സിനിമകളിൽ കടന്നു കയറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ സെൻസർ ബോർഡിലെ ആൾക്കാരിലും ഒരു ഭൂരിപക്ഷം നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഈ നേരത്തെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ചോദ്യമാണ്. കാരണം ഒരു സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചത് ഇത് ഒരാളുടെ ഒരു വ്യക്തിയോട് ഈഗോ ഒക്കെ ഇതിൽ നമുക്ക് സംഭവിക്കാം. ഇപ്പൊ സെൻസർ ബോർഡിലെ അംഗങ്ങളിൽ ഇപ്പൊ വിനീത് ഒരു ഡയറക്ടറാണ്. അപ്പൊ സ്വാഭാവികം വിനീതിന്റെ പടം വിനീതിനൊരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾ അത് കട്ട് ചെയ്യണം, ഇത് കട്ട് ചെയ്യും. അത് സെൻസർ ബോർഡിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതിലിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രൊപ്പഗണ്ട, മനസ്സിലായോ? അപ്പൊ എല്ലാവരും അതിൽ കുറ്റക്കാരാണ്. നമ്മുടെ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമക്ക് നിങ്ങൾക്ക് ഈ ടൈറ്റിൽ തരാൻ പറ്റില്ലാണോ? ഞാൻ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അയാൾ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയും കഥകൾ പറയുമ്പോൾ. അപ്പൊ നമ്മൾ ടൈലറാണ് ആദ്യം കൊടുത്തത്. അപ്പൊ അതിൽ ഏതൊരു വ്യക്തിക്ക് അവരോടുള്ള ദേഷ്യമായിരിക്കാം, അത് നമ്മളെ സിനിമയെ ബാധിക്കാതാണ്. എടുക്കുന്ന ഓരോ ചിത്രങ്ങൾ ഈ സിനിമയിലായാലും നമ്മുടെ നാട്ടുമ്പുറത്ത് സ്ഥിരം കണ്ടുവരുന്ന ഒരാളുടെ പോലെ, ഇപ്പൊ സൂപ്പർ ശർമ്മയിലാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ എപ്പോഴും മനസ്സിലുള്ള കഥാപാത്രമുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഒരു നാട്ടുമ്പുറം അങ്ങനത്തെ ഒരു സ്ഥിരം കണ്ടുവരുന്ന ഒരാളൊക്കെ ഒരു കഥാപാത്രമാണ്. ഈ പറഞ്ഞ സൂപ്പർ ശർമ്മയെ കുറച്ചും കൂടെ ഒരു സ്പൂഫ് ക്യാരക്ടറായിരുന്നു മേനോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലൊക്കെ ആയാലും 2 കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരുന്നു അത്. ഇത് കുറച്ചും കൂടെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പെയിന്റ് പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ അത് ആ നാട്ടില് സുബീഷ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ കൂടെ പെയിന്റ് പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോ അതിപ്പോ എന്താ പറയാ, നമ്മള് തൊഴിലില്ലായ്മയും വെള്ളാണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനകത്ത്. അപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം അതുണ്ട്, അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അതുപോലെ ഒരു ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്ത് ഒരു ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഗൗരി,
ഇപ്പൊ പറഞ്ഞാൽ ഏത് സിനിമയിലായാലും ശരി, ചെയ്യുന്ന കഥയ്ക്കായിട്ട് ഇമ്പോർട്ടൻസ്, ചെയ്യുന്ന കഥാപാത്രം തന്നെ അതിനകത്തൊരു ചെറിയ പാർട്ടാണെങ്കിലും ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പം നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന ഒരു നല്ലൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലീഡ് ക്യാരക്ടേഴ്സ് കിട്ടുന്ന, അല്ല അവരെ സെൻട്രിക് ആക്കുന്ന ഒരു കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ അവർ അത് ചെയ്യാനായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഗൗരീനെ പറഞ്ഞ ഇതിൽ കഥയാണ് ഇമ്പോർട്ടൻസ്, ഞാനൊരു പാർട്ട് മാത്രമാണുള്ളത്. ശരിക്കും ഗൗരിയുടെ ഇത് നോക്കുകയാണെങ്കിൽ തമിഴിലായാലും ശരി മലയാളത്തിലായാലും ചെയ്യുന്ന എല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല ഇത് വേണമെങ്കിൽ എനിക്ക് കഥ വേണമെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് താങ്കൾ. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ റോളാണെങ്കിൽ കൂടി ചൂസ് ചെയ്യാൻ ഒരു കാരണം? അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ആക്ട്രസ് ആണോ? അതല്ല ഞാൻ പറയുന്നത്, ഒരു ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ചൂസ് ചെയ്ത് ഒരു സീനിൽ വന്നു പോകുന്നതാണെങ്കിൽ കൂടി ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കുറവാണ് ഇപ്പോൾ. അല്ല, ഇപ്പൊ ഒരു ക്യാമിയോ അപ്പിയറൻസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവില് സുരാജായിട്ട് ചെറിയൊരു റോളായിരുന്നു, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. പക്ഷെ ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഈ സിനിമയിൽ എനിക്കൊരു വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി. ഞാൻ ചിന്തിക്കുന്നത് നല്ല കഥകൾ പറയണം, അതാണ് എൻ്റെ ഒരു പേഴ്സണലി അതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ 96-ലാണെങ്കിലും ഞാനൊരു ചൈൽഡ് ആക്ടർ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി വളരെയാണ് പഠിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ സെൻട്രൽ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആർക്കും എനിക്ക് തന്നെ ആയിരിക്കും അതിന്റെ ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു 5 വർഷത്തിലുള്ള എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഞാൻ 2 വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിലത് അത് കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോ ഒരു ബാനർ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊക്കെ ഇന്ത്യ പടങ്ങളിലും ചെയ്യണം, പക്ഷെ പലപ്പോഴും നമ്മൾ അത്ര കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് കൊടുത്ത് ഒരു പടം ചെയ്യുന്നു, പക്ഷെ അതിനുള്ള റെസ്പോൺസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല കഥ മാത്രം പോരാ, ചിലപ്പോൾ ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടെക്നീഷ്യൻസ് എല്ലാവരും ഒരു ടീം നന്നായാൽ പടം എത്തും. അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോം ഡിസിഷൻ ആയി മാറണം. ഈ ഒരു സിനിമ കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് തന്നെയാണ് വന്നത്. ആൻഡ് കഥയിൽ തന്നെ അതിന്റെ പകുതി എലിമെന്റ്സ് എല്ലാം ഉണ്ട്. അഭിനയിക്കുന്ന ഏതൊരു കഥാപാത്രം എനിക്ക് ഒരു എക്സ്പെരിമെന്റൽ ആക്ടർ ആണോ, അത് ഇന്ന കഥാപാത്രം കിട്ടുന്നത് എന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡന്റിറ്റി എന്ന കഥാപാത്രം ഇരുന്ന് നോക്കാറുണ്ടോ? എക്സ്പെരിമെന്റൽ ആയിട്ട് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എക്സ്പെരിമെന്റൽ ആയിട്ട് ഇപ്പം സ്റ്റീരിയോ ടൈപ്പ് ആവാതിരിക്കുന്നത് ഒരു ആക്ടറിന്റെ നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് പുതിയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ ട്രൈ ചെയ്യണം. അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എക്സ്പെരിമെന്റൽ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതിന്റെ ഈ കഥാപാത്രം ഈ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ല വേറെ ആരുമായിട്ട് ജീവിതത്തിൽ ബന്ധമുണ്ടോ? ഇയാൾ ചെയ്യുന്ന തൊഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പേര് പണി കോളേജ് കാലഘട്ടത്തിന്റെ കഴിഞ്ഞ ഉടനെ സിനിമയിൽ വരുന്നതിനെക്കൊട്ട് കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യത്തിലൊന്നും ബന്ധമില്ല. ഇതെല്ലാം ചിരിക്കും. ചിരി നിങ്ങളെ തിയേറ്ററിൽ മനസ്സിലാവും. ഈ സിനിമയിലെ കഥാപാത്രം പാത്രത്തിനൊടുവിലാണ് സിനിമയിലെ കഥാപാത്രമായാലും കുറച്ച് നോട്ടബിളായിട്ടുള്ള കഥാപാത്രമാണ്, ഇമ്പമായാലും അങ്ങനെയൊക്കെ. ഈ സിനിമയിലെ കഥാപാത്രം വക്കീലാന്ന് പറഞ്ഞു, എത്രത്തോളം ചെയ്ത് ഒന്നിനൊന്നും ഡിഫറെന്റ് ആവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ എത്രത്തോളം ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്റേതായിട്ട് ഐഡന്റിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഇതുണ്ടാവില്ല, നമ്മൾ തന്നെ ഒന്ന് സെൽഫ് പ്രിപ്പയർ ചെയ്യുമല്ലോ, എത്രത്തോളം? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗം നടക്കുന്നത് ഒരു കോർട്ട് റൂമിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ എന്റെ ക്യാരക്ടർ അതിലുണ്ട്. അപ്പം ഒരു മുഴുവൻ ഇല്ലെങ്കിലും ആ ഒരു സീൻ എന്തായാലും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് എന്താ ഒരു ഇവന്റ് നടക്കുന്നത് തന്നെ അവിടെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഭാഗമായതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുമെന്ന് എന്റെ വിശ്വാസം. ഇനി കണ്ടിട്ട് തീരുമാനിക്കട്ടെ. എപ്പോഴെങ്കിലും ചെയ്ത സിനിമകൾ വെച്ചിട്ട് ആളുകൾ എപ്പോഴെങ്കിലും ചെയ്ത സിനിമയെ പറ്റിയാണ് നോക്കിയാണ് അങ്ങനെ വരാറുണ്ടോ, അതോ എപ്പോഴും അതിനുള്ള സ്ട്രഗിളിങ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? നായകൻ എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ്
മെയിൻ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു നായികൻ സോളമൻ പിന്നെയാണ് കണ്ടിട്ടുണ്ട് പാപ്പച്ച അങ്ങനെ പറയുന്നത്. എന്തായാലും ഫസ്റ്റ് എല്ലാവരും എന്നെ എനിക്ക് തോന്നുന്നു റെക്കഗ്നൈസ് ചെയ്യുന്നത് നായികന്റെ ദർശനമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴും ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് ലോക്ക് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു പ്രകടനം ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ അല്ല, സങ്കടം ഞാൻ വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ അഭിനയിച്ച് വരുന്നതുകൊണ്ട് അതൊരു 3-4 കൊല്ലം കഴിഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. പ്രൊഡ്യൂസർ സർ 1-ാം തീയതി റിലീസ് പറഞ്ഞു. ഇപ്പം സുമിഷേട്ടൻ പറഞ്ഞ പോലെ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിക്കും 1-ാം തീയതി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലോസ് അല്ലേ വരിക? കാരണം ഇത്രയും പ്രൊമോഷൻസ് ഒക്കെ നടന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1-ാം തീയതി ഇറക്കാൻ പറ്റുമോ പടം? ഞങ്ങളുടെ പ്രതീക്ഷ 1-ാം തീയതി ഇറക്കാൻ പറ്റുമെന്നാണ്. കാരണം സുധീഷ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ ടെൻഷനൊന്നും അടിക്കേണ്ട, സ്ട്രൈക്ക് മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോൾ മുള്ളിനോട് നിൽക്കുന്നത്. ഒരുപാട് ത്യാഗങ്ങൾ ഇതിലൂടെ സഹിച്ചിട്ടുണ്ട്. അതിൽ രസകരമായ ത്യാഗമുണ്ട്, അതിലുപരി നല്ലോണം മറ്റു കാര്യങ്ങളുണ്ട്. ഞങ്ങളെ ദ്വീപിൽ നായകന്റെ വീട് ഷൂട്ട് ചെയ്ത്, നായകന്റെ വീടുണ്ട്. ആ വീട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരാണ് വീടാണ്. ആ വീട്ടിലെ ആളുടെ പേര് നാരായണനാണ്. എന്റെ വേറെ ആൾ മെച്ചപ്പെട്ടാണ് വീട് വാങ്ങിക്കുന്നത്. അപ്പോ ഞങ്ങള് കുറച്ച് ദിവസം 12 ദിവസത്തേക്കാണ് ഷൂട്ട് ചെയ്യാൻ വാങ്ങിച്ചത്. ഇപ്പോഴൊക്കെ മഴയൊക്കെ വന്നപ്പോൾ ഡിലേ ആയിട്ട് 2 ദിവസം കൂടുതൽ. ഒരു ദിവസം രാവിലെ 6 മണിക്ക് സെറ്റും കൊണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഉടമസ്ഥൻ വീടും പൂട്ടി താക്കോലെടുത്ത് പോയിരിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ്. എന്ത് ചെയ്യാ? അവസാനം ഞങ്ങൾ ഇറങ്ങി അവസാനം നോക്കുമ്പോൾ അയാളൊരു അമ്പലത്തിന്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് പോയി താക്കോൽ വിളിച്ചു. 10 വയസ്സാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ രസകരമായ അനുഭവവും ടെൻഷൻ ഉണ്ടാക്കിയ അനുഭവങ്ങളും ഈ സിനിമയുടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മലയാളത്തില് നീരജ് മാധവിന്റെ കൂടെ ഒരു ഡിസ്നി ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ആണ്. ബാഷി ഡയറക്ട് ചെയ്ത വിഷ്ണു രാഘവന്റെ ഡയറക്ഷനിൽ. തമിഴില് വിഘ്നേഷ് ശിവൻ സാറിന്റെ അടുത്ത പടത്തിലുണ്ട്. ലവ് ടുഡേയിൽ അഭിനയിച്ച പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി ഇവരൊക്കെ ഉള്ളൊരു പ്രോജക്റ്റിലുണ്ട്. പിന്നെ വരാനുള്ളത് മാർച്ചിൽ തന്നെ ഒരു തമിഴ് റിലീസ് ഉണ്ട്. അതിൽ 96 കഴിഞ്ഞ് ഞാൻ ആദിത്യ ഭാസ്കറിന്റെ കൂടെ റീയൂണൈറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതൊരു ആന്തോളജി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഒരു തിയേറ്ററിക്കൽ റിലീസിന് ചില മാറ്റങ്ങൾ വന്നിട്ടൊരു ഹൈപ്പർ ലിങ്ക് മൂവി ആയിട്ട്. അതിന്റെ ടൈറ്റിൽ ഹോട്ട്സ്പോട്ട് എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് അപ്കമിങ്. പിന്നെ 2-3 പടങ്ങൾ വരാനുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടില്ല. സ്ട്രൈക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഒരു പടത്തിന് വേണ്ടി സ്ട്രൈക്ക് ഇച്ചിരി മാറി. ചെറിയ പടം വലിയ പടം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ പടത്തിന് സുശീല പറഞ്ഞോളൂ ഞാൻ പറയാണ്. അപ്പം വലിയ പടത്തിന് വേണ്ടി സ്ട്രൈക്ക് മാറുകയും ചെറിയ പടങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാല് ഈ സ്വാഭാവികമായിട്ട് ഏത് സിനിമയിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ ആൾക്കാർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരേ ബാറ്റയാണ്. നമ്മൾ ചെറിയ സിനിമ ബാറ്റ് കുറച്ച് തരില്ല. കാരണം ഈ ചെറിയ പടമാണോ വലിയ പടമാണോ തീരുമാനിക്കേണ്ടത് നമ്മളാരും വലിയ സംഘടനകളോ അല്ല, പ്രേക്ഷകരാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് അതിനൊരു ഉത്തരം പറയേണ്ടത്. ഇത് ചെറിയ പടമാണ്, ഇത് എഴുതി അങ്ങനെയൊന്നുമില്ല. തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ഇത് ചെറിയ പടമാണോ ഇത് വലിയ പടമാണോ ഇത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. അത് നമ്മൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കും. എല്ലാവരും എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്? അപ്ഡേറ്റ്സ് ഏപ്രിൽ 11-നാണ് റിലീസ്. ഏപ്രിൽ 11-നാണ് റിലീസ്. അല്ലാതെ വർക്ക് ചെയ്തതിന്റെ അത്ര ആർട്ടിസ്റ്റുകളുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു വലിയൊരു സിനിമയാണ്. ഇല്ല എല്ലാവരും വേണ്ടില്ല. എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് പ്രണവായിട്ടും കല്യാണിയായിട്ടും അർജുൻ ചേട്ടനൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. പിന്നെ ബാക്കി ഇത്രയും പേരുടെ ഇത്രയും ലിസ്റ്റ് ഇത് നമ്മുടെ പേര് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രണവായാലും കല്യാണിയായാലും ഞെട്ടിക്കും എത്താം. ഹൃദയത്തെക്കാളും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ചിത്രമാണ്. ശരിക്കും ഞെട്ടിക്കോ? അതിപ്പോ നിങ്ങള് കണ്ടിട്ട് ഞെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളാണെങ്കിലും
ഗൗരിന്റെ ഈ കുറച്ച് ഇൻഡിപെൻഡന്റ് സീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ OTT വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ കട്ട്സ് മാത്രം, ആ സീൻസിന്റെ കട്ട്സ് മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം. ആ സമയത്ത് അതിനോടൊക്കെ എന്താണ് ശരിക്കും പറയാനുള്ളത്? അത് മാത്രം ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ അത് വേദനിപ്പിക്കാറുണ്ടോ? ഈ സീൻസിനെ എങ്ങനെയാണ് കാണുന്നത്, എഡിറ്റഡ് സീൻസ് എങ്ങനെയാണ്? ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഇന്റിമേറ്റ് സീൻ ഒരു പടത്തിലാകും 1-2 പ്രാവശ്യം ഇന്റിമേറ്റ് സീൻസ് ഉണ്ടാവും. ആ സീൻ ഈ പടം കാണാത്ത ആൾക്കാർ പോലും ഈ സീൻ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് അത്ര വലിയ അഭിപ്രായം ഇല്ല എനിക്ക്. അത് ചെയ്യുന്നത് വളരെ മോശമാണ്. അതെനിക്ക് തോന്നുന്നു കോമൺ സെൻസ് ആണ്. ഇത് പുതിയതല്ല. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും സർപ്രൈസ്ഡ് അല്ല. അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും അതിന്. അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കുറെ അനോണിമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത പലവരുണ്ടാവും. അപ്പൊ ആ അക്കൗണ്ട്സിൽ നിന്ന് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വിറ്റ്നസ് ആണ് അത്. അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു, അത് പകരുന്നു, പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെല് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല. അതല്ല ആ പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം, എന്റെ പടം മാത്രങ്ങളല്ല, അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ്. അത് മാത്രം യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും #ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വളരെ മോശമാണ്. ഇതെപ്പം മാറും? അത് മാറണം. അതിന്റെ ആ ഒരു കൾച്ചർ നമ്മൾ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. കാണുവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. എനിക്ക് അഗേൻസ്റ്റ് ദാറ്റ് ഫോർ ഷുവർ. അതിങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു വെച്ചാലേ, നമ്മൾ പടത്തിൽ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പടത്തിൽ നായിക ഷെൽവി, അപ്പൊ അവരൊരു ഹോട്ട്സ്റ്റാർ ഒരു തെലുങ്കിലൊരു വെബ് സീരീസിൽ അഭിനയിച്ചു. അപ്പൊ അവര് ഇതേപോലെ കുറെ സാധനങ്ങൾ പിന്നെ ഇത് ചെയ്ത സമയത്ത് അവര് ഞാൻ ഇങ്ങനെ എല്ലാവരും മൊബൈലിലൊക്കെ ഇങ്ങനെ കണ്ടുകൊടുക്കുക. അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതിന്റെ ജോലിയാണ്. അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാരുടെ കാര്യം, ഒരു 40 ആളോളം വന്നിട്ട് അവർ 15 വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാവർക്കർ. അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടിങ് ആണ്. ഗൗരി ചെയ്ത ജോലി അവർ ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഞാനൊരു നടനാണ് അല്ലേ? അപ്പൊ അത് ചെയ്യുന്നവരുള്ളൂ. ഇപ്പൊ ദർശനയുടെ കാര്യം നമ്മൾ ദർശനം ഫസ്റ്റ് ഡബ് ചെയ്ത് പോയി. അപ്പോൾ നമ്മളെ കുറച്ച് നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളാണ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വന്ന് പടം കണ്ടപ്പോൾ പറഞ്ഞു ദർശനയുടെ വോയിസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോട് ദർശനമൊക്കെ ഒന്നുകൂടി ആവശ്യം. അപ്പോൾ ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം 8 മണി വരെ ആ സ്റ്റുഡിയോയിൽ എടുത്തിട്ട് നമ്മുടെ ഡയറക്ടറും പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് നാഗരാജും അർജുനും എടുത്തിട്ട് ഒരു ഒറ്റ ഇതിന് ഈ കുട്ടി ചെയ്യുകയായിരുന്നു. അത് ആ ജോലിയോടുള്ള ജോലി ചെയ്തു. ബാക്കിയില്ല ഇങ്ങനെ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഇത് ചെയ്യാൻ പാടില്ല എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലേ? കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പൊ ഇവരെ അങ്ങനെ ഫീൽ ഇവർ ജോലി ചെയ്ത് പോകുന്നത്. ഞാൻ ഇത്ര വലിയ ആളല്ല, ഞാൻ പറഞ്ഞു. എന്തായാലും April 1 ചിത്രം റിലീസ് ആവുമ്പോൾ ഞങ്ങൾ മാർച്ച് 1 നീണ്ട ഒരുപാട് മാർച്ച് 1 ചിത്രം റിലീസ് ആവുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോ അതുകൊണ്ട് ഈ സിനിമ വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയണം. ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ക്യാമറ ചെയ്ത അൻസർ ഷായാണ്. അൻസർ ഷാ ഇഷ്ക്, മൂൺ വോക്ക് എന്ന് പറയുന്ന സിനിമകൾ, ഇതുപോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. രാജീവ് രവി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹസ്ബുള്ള, പുരുഷപ്രേതവും എല്ലാം ചെയ്തിട്ടുള്ള അജ്മലും പിന്നെ അങ്കിത് മേനോനുമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്കിത്താണ്. അങ്കിത്ത് ഈ പറഞ്ഞ പോലെ ചെയ്യുകയും അതുപോലെ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ രഞ്ജിത്തേട്ടൻ വേണു സാറിന്റെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിഷാം ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള നിസാമുക്ക സക്കരയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു വളരെ ക്വാളിറ്റി ഔട്ട്പുട്ട്, ഒരു ക്വാളിറ്റി സിനിമ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളത്. ആ പേരില് അതിന്റെ ഒരു പ്രസക്തി പോലെ തന്നെ, ആ പേരിലെ ഒരു കൗതുകം പോലെ തന്നെ ഒരു കൗതുകം ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന ഈ സിനിമ കാണും. വൈകിട്ട് 7 മണി. ഇതിന്റെ സബ്ജക്റ്റിന് കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതുപോലൊരു സിനിമ എക്സ്പീരിയൻസ് വേറെ പടത്തിൽ കണ്ടിട്ടുണ്ടോ? അതിലേക്ക് സുധീഷേട്ടൻ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? സുധീഷേട്ടനാണ് ഹീറോ അല്ലെങ്കിൽ സുധീഷേട്ടൻ അഭിനയിക്കുന്നതാണ് എന്നെ അതിനെ എക്സൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധീഷേട്ട ഫസ്റ്റ് ടൈം 16 വർഷത്തെ ജേർണിയുടെ കാലം പറയും. ആ 16 വർഷത്തെ കാലത്ത്